പാലക്കാട് കോട്ടായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിലപാടറിയിച്ച് കെട്ടിടമുടമ. കെട്ടിടം കോൺഗ്രസിനാണ് നൽകിയതെന്നും കരാറുണ്ടാക്കുമ്പോൾ കെ മോഹൻകുമാർ രാജിവെച്ച് പാർട്ടി മാറിയ കാര്യം അറിയില്ലായിരുന്നുവെന്നും കെട്ടിടമുടമ കോട്ടായിലെത്തി വ്യക്തമാക്കി. വിവരങ്ങൾ RDO വിളിച്ചു ചേർത്ത യോഗത്തിൽ അറിയിക്കുമെന്നും കെട്ടിടമുടമ കെ രാംദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി ഓഫീസ് കെട്ടിടത്തെ ചൊല്ലി കോട്ടായിലെ കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ ഇന്നലെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. കോൺഗ്രസ് കോട്ടായി മണ്ഡലം പ്രസിഡന്റായിരുന്ന കെ മോഹൻകുമാർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നതിന് പിന്നാലെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടായി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഏറ്റെടുക്കാൻ CPIM പ്രവർത്തകർ ഇന്നലെ എത്തിയിരുന്നു. കോൺഗ്രസ് തടഞ്ഞതോടെ തർക്കവും സംഘർഷവും ഉണ്ടായി. പോലീസ് ഇടപെട്ട് പൂട്ടിയ പാർട്ടി ഓഫീസിൽ രാത്രിയോടെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ CPIM പ്രവർത്തകർ എത്തി പാർട്ടി പതാക ഉയർത്തി. കോൺഗ്രസിന്റെ കൊടിമരവും കവാടവും തകർത്തു. കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയതോടെ പോലീസ് ഇടപെട്ട CPIM കൊടിതോരണങ്ങൾ നീക്കി. RTOയുടെ നേതൃത്വത്തിൽ തർക്കം ചർച്ച ചെയ്യാനിരിക്കെയാണ് കെട്ടിട ഉടമ നേരിട്ടെത്തി വിഷയത്തിൽ നിലപാടറിയിച്ചത്. കെട്ടിടം കോൺഗ്രസിനാണ് നൽകിയതെന്ന കെട്ടിട ഉടമ കെ രാമദാസ് പറഞ്ഞു. വാടക കരാറുണ്ടാക്കുമ്പോൾ കെ മോഹൻകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്നു. രാജിവെച്ച് പാർട്ടി മാറിയ കാര്യം അറിയില്ലെന്നും RTO വിളിച്ച ചർച്ചയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും രാമദാസ് പറഞ്ഞു. ചോദിക്കുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ്, പിന്നെ പാർട്ടി മാറി നമുക്കറിയാം. ഈ വിഷയം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് തർക്കം പരിഹരിക്കാൻ RTO വിളിച്ചു ചേർക്കുന്ന യോഗം. കെട്ടിട ഉടമ അനുകൂലമായി നിലപാടറിയിച്ചതോടെ RTOയുടെ ചർച്ചയ്ക്ക് ശേഷം കെട്ടിടം ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടിലാണ് CPIM. റിപ്പോർട്ടർ, പാലക്കാട്.